ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. യൂണിറ്റ് 3 ചില കാര്യങ്ങളാണ് ഓരോ സെഷനുകളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 3 തന്നെ മഹജർ നമ്മൾ പൂർണ്ണമായും ചർച്ച ചെയ്തു. ഉന്തുലുസിലെ ചില ഭാഗങ്ങളും വിവിധ സെഷനുകളിലായിട്ട് ചർച്ച ചെയ്തു. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇബ്നു ഹാനിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഐഫറിൻ്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പേപ്പർ 1 വേണ്ടി മാത്രമുള്ള അതിൻ്റെ കാര്യം, മെറ്റീരിയൽസ്, നോട്ട്സ്, ക്ലാസ്, ഫ്രീ ക്ലാസ്സുകളൊക്കെ ലഭ്യമാവാനുള്ള ഗ്രൂപ്പ്, അതിൻ്റെ QR കോഡാണിത്. അറബിക്കിന് വേണ്ടി മാത്രമുള്ള മറ്റൊരു ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ QR കോഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിലൊരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. ഐഫറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യൂണിറ്റ് 3 ഇബ്നു ഹാനിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉന്തുലുസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയും അതേപോലെ അമീർ ഷുറാ ഉന്തുലുസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൂടിയാണ് ഇബ്നു ഹാനി. അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് ഹിജറ 362 ولد أبو القاسم محمد بن هاني بن سعدون الذي يتصل نسبه بحاتم بن قبيصة من بن البحلب بن أبي صفراء الأزدي. അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പേര് അബുൽ ഖാസിം മുഹമ്മദ് എന്നുള്ളതാണ്. അബുൽ ഖാസിം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുനിയത്താണ്. മുഹമ്മദ് എന്നുള്ളതാണ് പേര്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ഖാസിം എന്ന കുനിയത്തുണ്ട്. അപ്പോൾ മുഹമ്മദ് അബുൽ ഖാസിം എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര ഹാത്തം എന്നിവരുമായിട്ടാണ് ചെന്ന് ചേരുന്നത്. അവർ ജനിക്കുന്നത് വുലിദ ഫി ഇഷ്ബീലിയ, ഉന്തുലുസിലെ ഇഷ്ബീലിയയിലാണ് അവർ ജനിക്കുന്നത്. അമവി ഭരണത്തിന്റെ ഏറ്റവും പുഷ്കലമായ ഒരു കാലഘട്ടത്തിലാണ് അവർ ജനിക്കുന്നത്. അവരുടെ തന്നെ ഏറ്റവും മനോഹരമായ സുവർണ കാലഘട്ടത്തിൽ, അഥവാ മലിക് നാസിർ അബ്ദുറഹ്മാൻ നാസിറിന്റെ കാലഘട്ടത്തിലാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ ഇബ്നു ഹാനി ജനിക്കുന്നത്. ഷായറുൻ ഉന്തുലുസി, അദ്ദേഹം ഉന്തുലുസി കവിയാണ്. അദ്ദേഹത്തിന്റെ ലഖബ് മുത്തനബ്ബിൽ ഗർബ് എന്നുണ്ട്, അതേപോലെ അമീറു ഷുഅറാ ഇൽ ഉന്തുലുസ്, മുത്തനബ്ബിൽ ഗർബ്, മുത്തനബ്ബിൽ മഗ്രിബ് എന്നൊക്കെ വിളിപ്പേര്. നമുക്ക് അതിന്റെ പ്രൂഫ് കാണിക്കാം. ഓക്കെ, അപ്പോൾ മുത്തനബ്ബിൽ ഗർബ് അല്ലെങ്കിൽ മുത്തനബ്ബിൽ മഗ്രിബ്, അമീറു ഷുഅറാ ഇൽ ഉന്തുലുസ് എന്നെല്ലാം വിളിക്കപ്പെടുന്ന ആളാണ് ഇബ്നു ഹാനി എന്ന് പറയുന്നവർ. റഹല ഇല അദ്വ അൽ മഗ്രിബ് വമദഹ ജൗഹർ സഖൽ, അദ്ദേഹം അദ്വത്തുൽ മഗ്രിബ് എന്ന സ്ഥലത്തേക്ക് പോയി ജൗഹർ സഖലി എന്ന് പറയുന്നവരെ മദഹ് ചെയ്തു. പിന്നീട് അവിടെ നിന്ന് സാബിലേക്ക് പുറപ്പെട്ടു. ആരുടെ അടുത്തേക്ക്? ജഅഫറിന്റെയും മഹിയയുടെയും അടുത്ത്. അദ്ദേഹത്തിന് ആ സമയത്തുള്ള വയസ്സ് 26 അപ്പൊ 26ാമത്തെ വയസ്സിൽ അദ്ദേഹം സാബിലേക്കും മറ്റൊക്കെ എന്താവുന്നുണ്ട്? പുറപ്പെടുന്നുണ്ട്. ونمي خبره إلى المعز أبي تميم معد بن منصور. മഅസ് അബൂ തമീം മുഅദ് ബിൻ മൻസൂർ എന്നവരുടെ ഫാത്തിമി ഭരണാധികാരിയല്ല, ജൗഹർ സഖലൊക്കെ അതിന്റെ ആളുകളാണല്ലോ. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് ഇവരുടെ വിശേഷം, അഥവാ ഇങ്ങനെ ഇബ്നു ഹാനി ഭയങ്കര ഉഷാറാണ് എന്നൊക്കെ വിവരം മഅസ് എന്ന് പറയുന്നവരുടെ അരികിലേക്ക് എത്തി. വഅഖാമ ഇൻദഹു ഫിൽ മൻസൂരിയ, മൻസൂരിയ പ്രദേശത്തെ നമ്മുടെ മഅസിന്റെ കൂടെ ആര് താമസിച്ചു? ഇബ്നു ഹാനി താമസിച്ചു. അങ്ങനെ ഇബ്നു ഹാനി നമ്മുടെ മഅസ് മുഅദ് എന്ന് പറയുന്നവരെ നന്നായിട്ട് മദ്ഹ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ലമ്മ റഹല ഇലൽ മഅസ് ഇല മിസ്ർ, നമ്മുടെ മഅസ് ചക്രവർത്തി മിസ്റിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ത്വലബ മിൻഹു മുറാഫഖത, കൂടെ പോരൂ എന്ന് ആവശ്യപ്പെട്ടു. ഫസ്തഅദനഹു അൽ ഔദ ഇലൽ മഗ്രിബ് ലിഅഖദി ഇയാലിഹി, അങ്ങനെ തന്റെ കുടുംബത്തേക്ക് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം വഴിയിൽ നിന്ന് ഞാൻ മടങ്ങട്ടെ, കുടുംബത്തെയും കൂട്ടി വരാമെന്ന് ഇബ്നു ഹാനി പറഞ്ഞു. ഈ രാജാക്കന്മാരൊക്കെ അവരുടെ പരിവാരങ്ങളൊക്കെ കൊണ്ടുപോകല്ലോ, പ്രത്യേകിച്ച് കൊട്ടാര കവികളൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ കൂടി മുന്നത്തെ കാലഘട്ടമാണ്, സാഹിത്യം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഇദ്ദേഹത്തെ മദ്ഹ് ചെയ്ത് നല്ല പ്രൗഢമായിട്ടൊക്കെ പറയാനും മറ്റൊക്കെ കവികളൊക്കെ കൂടി കൂട്ടും. അങ്ങനെ വഴിയിൽ വെച്ച് കുടുംബമല്ലായിരുന്നു, കുടുംബത്തെയും കൂടി കൂട്ടിയിട്ട് ഞാൻ വരാമെന്ന് മഅസിനോട് ആര് പറഞ്ഞു? ഇബ്നു ഹാനി പറഞ്ഞു. പക്ഷേ വഴിയിൽ വെച്ച് മിസ്രിലേക്കുള്ള വഴിമധ്യേ ഖുതല ഇബ്നു ഹാനി ഫി ബർഖ, ബർഖ എന്ന് പറയുന്ന സ്ഥലത്ത് ആര് കൊല്ലപ്പെട്ടു? കൊല്ലപ്പെട്ടതാണോ അല്ലെങ്കിൽ മരണപ്പെട്ടതാണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇബ്നു ഹാനി മഅസിന്റെ കൂടെ എവിടെ എത്തിയിട്ടില്ല? മിസ്രിലേക്ക് എത്തിയിട്ടില്ല, വഴിമധ്യേ മരിച്ചു പോയതാണ്. അങ്ങനെ പറയുന്നു. വലമ്മ വസല ഖബറു വഫാത്തിഹി, ഇബ്നു ഹാനി മരണപ്പെട്ടു എന്ന വാർത്ത ആരിലേക്ക് എത്തി? മഅസിലേക്ക് എത്തി. അപ്പൊ അദ്ദേഹം എവിടെ എത്തിയിട്ടുണ്ട്? മഅസ് ഓൾറെഡി മിസ്രിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ തഅസ്സഫ അലൈഹി, ഭയങ്കര ദുഃഖമുണ്ടായി മഅസിന്. വഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദർ റജുൽ, ഇബ്നു ഹാനി എന്ന് പറയുന്ന മനുഷ്യൻ, കുന്നാ നർജു അൻ നുഫാഖിറ ബിഹി, അദ്ദേഹത്തെയുമായി അഭിമാനം പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഷുറാ അൽ മശ്രിഖ്, ഇവര് ഉന്തുലുസ് ആണല്ലോ, ഇവരൊക്കെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകളാണ് അല്ലെ. കിഴക്ക് ഭാഗത്തുള്ള മശ്രിഖിൽ, അതെവിടെയാണല്ലോ പ്രധാനമായും അറബ് വളരെ മറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ മശ്രിഖിലെ ആളുകളുടെ അടുത്തേക്ക്
പടിഞ്ഞാറുള്ള ഞങ്ങള് ഇവരെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പെരുമ പറയാൻ ആഗ്രഹിച്ചിരുന്നു. ആരെ മുന്നിൽ വെച്ചിട്ട്? ഇബ്നു ഹാനിനെ. ഫലം യുഖദ്ദർ അലൈന ദാലിക, പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള യോഗം ഉണ്ടായില്ല എന്ന് ഇബ്നു ഹാനിന്റെ മരണവാർത്ത കേട്ട് ആര് പറയുന്നുണ്ട്? നമ്മുടെ മുഅസ് പറയുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു മുത്തനബിൽ ഖർബ്, മുത്തനബിൽ മഗ്രിബ് എന്നൊക്കെ സ്ഥാനപ്പേരുണ്ട്. നമ്മൾ ഇബ്നു ദറാജയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് മുത്തനബിൽ മഗ്രിബ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? മുത്തനബിൽ മഗ്രിബ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ മുത്തനബിൽ ഖർബ്, മുത്തനബിൽ മഗ്രിബ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടുപേരെ കുറിച്ചും. ഇവിടെ മുത്തനബിൽ മഗ്രിബ് എന്നാരെ കുറിച്ച് പറയുന്നുണ്ട്? ഇബ്നു ഹാനിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇബ്നു ഹാനിയെ കുറിച്ചിട്ടുള്ള ഭാഗമാണിത്, സയ്യാത്തന്നെ ഓർമ്മ. മുത്തനബിൽ ഖർബ് എന്നും പറയുന്നുണ്ട്. അപ്പം ഇബ്നു ഹാനിയെ കുറിച്ചിട്ട് തന്നെ എന്ത് പറയുന്നുണ്ട്? മുത്തനബിൽ മഗ്രിബ് എന്നും മുത്തനബിൽ ഖർബ് എന്നും പറയുന്നുണ്ട്. ഇനി മറ്റൊരു സ്ക്രീൻ നോക്കൂ. ഇവിടെ ഇതാണ് സയ്യാത്ത് എന്ന് പറഞ്ഞത്, മറ്റേതിൽ അന്നഫാദായിരിക്കും, ഉമർ ഫറൂഖ് ആയിരിക്കും. മുത്തനബിൽ ഖർബ് ഉണ്ടോ? അപ്പൊ സയ്യാത്തിലും ഫറൂഖിലും ഒക്കെ മുത്തനബിൽ ഖർബ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇബ്നു ഹാനിനെയാണ്. മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആരാണ് മുത്തനബിൽ ഖർബ് എന്ന്. എന്റെ ആൻസർ വന്നിട്ടുള്ളത് ഇബ്നു ഹാനിയാണ്. അപ്പൊ ഇബ്നു ദറാജും അങ്ങനെയാണല്ലോ എന്നുണ്ടോ? പക്ഷെ രണ്ട് ഉമ്മഹാത്തുൽ കുതുബിൽ മുത്തനബിൽ ഖർബ് എന്ന വിശേഷണം വന്നിട്ടുള്ളത് ആർക്കാണ്? ഇബ്നു ഹാനിനാണ്. അപ്പൊ അർത്ഥത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതായിരിക്കാം. മുത്തനബിൽ മഗ്രിബ് എന്ന് ആരെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്? ഇബ്നു ദറാജയെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഇബ്നു ഹാനി ഉന്ദുലുസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയാണ്. ആ നാട്ടിലെ കവികളുടെ തലവൻ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൂടിയാണ് അദ്ദേഹം. മുത്തനബിയുടെ ശൈലിയൊക്കെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫിലോസഫിക്കലായിട്ടുള്ള വഴിയിൽ അദ്ദേഹം പ്രവേശിച്ചു. മുത്തനബിയെ പോലെ, മുത്തനബിയെ കുറിച്ച് പറയുന്നിടത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നതാണ് വഫഖ ബൈനൽ ഫൽസഫത്തി വശൈരി. കവിയും ഫിലോസഫി, കവിതയും ഫിലോസഫിയും സമന്വയിപ്പിച്ചിട്ടുള്ള ആളാണ് ആര്? മുത്തനബി. ഷായറുൽ ഫലാസഫ അല്ലട്ടോ, അതാരാണ്? ഷായറുൽ ഫൽസഫ എന്ന് പറയുന്നത് മഅരിയാണ്. പക്ഷെ വഫഖ ബൈന എന്ന് പറയുമ്പോഴത്തെ അത് മുത്തനബിയാണ്. അപ്പൊ മുത്തനബിയെ പോലെ ആ വഴി സ്വീകരിച്ചിരുന്ന ആളാണ് ആര്? ഇബ്നു ഹാനി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇബ്നു ഹാനിനെ കുറിച്ചിട്ട് പറയുവാനുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും